തൃശൂരിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരം എന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നും മന്ത്രി. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരനും മകനും കൊരട്ടിയിൽ പിടിയിലായി. പോലീസിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ പ്രതികളെ കീഴ്പ്പെടുത്തിയത് സാഹസികമായി. കേരളത്തിലേത് ജനസൗഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. അതിർത്തിയിലെ ലഹരി കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനരു ഇസ്ലാം ആണ് മരിച്ചത്. നെടുമ്പാളിൽ കോഴിഫാമിൽ പട്ടാപ്പകൽ തെരുവ് നായ ആക്രമണം. 1000-ലേറെ കോഴികൾ ചത്തു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് ഫാം ഉടമ. നൂറാടിത്തോട്ടിലെ ചണ്ടികോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയതായി പരാതി. വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്ന് ആക്ഷേപം. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരം എന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി.എൻ. പ്രതാപനെ പോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യസമിതിയിൽ അംഗമായിട്ടുള്ള ഒരാൾ കേവലം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിരുത്തരവാദപരമായ ഇത്തരമൊരു വർത്തമാനം പറയാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്, അത് ശരിയാണ്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയാണ്. അത് 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. നാട്ടിൽ ഫുട്ബോളുകാർ പറയുക അതിന് ലൂസേഴ്സ് ഫൈനൽ എന്നാണ്. ആ ഫൈനലിൽ പങ്കെടുക്കാൻ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇങ്ങനെ നടത്തുന്ന പരസ്യ പ്രസ്താവന വീണ്ടും വീണ്ടും അദ്ദേഹം തുടരുന്നത് ജനങ്ങൾ തിരിച്ചറിയും. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് KPCCയുടെ രാഷ്ട്രീയ കാര്യസമിതിക്കും KPCCക്കും എന്താണ് പറയാനുള്ളതെന്നറിയാൻ തൃശൂരിൻ്റെ ജനാധിപത്യ ബോധത്തിന് താല്പര്യമുണ്ട്. കോൺഗ്രസിൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായി പറയണം. കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി 2 തവണ ഇവിടെ വന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതുന്നില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2 തവണ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. മഹിളകളെ കൂട്ടിയ ഒരു വലിയ സമ്മേളനത്തിലാണ് അദ്ദേഹം 1 തവണ വന്നത്. ഒരു പ്രഖ്യാപനവും കേരളത്തിന് വേണ്ടി ഉണ്ടായില്ല. മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, പൂർണ്ണ നഗ്നരായി 2 സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷം ആഘോഷിച്ച് ഇന്ത്യ രാജ്യത്ത് ആൾക്കൂട്ടാരവത്തിനിടയിൽ പരസ്യമായി അപമാനിക്കപ്പെട്ടു. 2 സ്ത്രീകൾ, അവരുടെ ജാതി ഏതുമാകട്ടെ, രാഷ്ട്രീയം ഏതുമാകട്ടെ, എന്തു പ്രശ്നവുമാകട്ടെ, മണിപ്പൂരിനെ പോലൊരു സംസ്ഥാനത്ത് പൂർണ്ണ നഗ്നരായി ഓടിയ 2 സ്ത്രീകൾ ആൾക്കൂട്ട അരവത്തിനിടയിൽ അപമാനിച്ചതിനെക്കുറിച്ച് ഒരു വരി അതിനെ എതിർത്തോ അതിനെ ന്യായീകരിച്ചോ അതൊരു തെറ്റാണെന്ന് പറഞ്ഞോ ഏതെങ്കിലും വിധത്തിൽ ഒരു വരി പറയാതെ ഈ കാലഘട്ടത്തിൽ മഹിളകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിൽ എന്ത് നേട്ടമുണ്ട് എന്നാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് കെ. മുരളീധരന്റെ പ്രസ്താവനയെന്നും അച്ഛനെയും മകനെയും തോൽപ്പിച്ച പാരമ്പര്യം തൃശൂരിനുണ്ടെന്നും CPMഉം CPIയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും രാജൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തൊരു വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അത്. അങ്ങനെ ഒരു വ്യാമോഹം കെ. മുരളീധരനെ പോലെ തൃശ്ശൂരിനെ അറിയുന്നൊരു നേതാവ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അച്ഛനെയും മകനെയും തോൽപ്പിച്ചത് CPI തന്നെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഈ തൃശ്ശൂരിൽ. ആ പാരമ്പര്യം തൃശ്ശൂരിനുണ്ട്. വളരെ കരുത്തോടെ വന്നപ്പോഴും അവരെ തോൽപ്പിച്ച അനുഭവമുള്ള തൃശ്ശൂരിന് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ കാര്യമില്ല. BJPക്കെതിരെ സമരം നടത്തുന്ന രാഹുൽ ഗാന്ധി BJP നേരിട്ട് മത്സരിക്കാത്ത വയനാട്ടിൽ ഇന്ത്യ മുന്നണിയിലുള്ള ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നത് മതനിരപേക്ഷ കേരളത്തിൽ അത്ര സുഖകരമായ കാര്യമല്ലെന്നും വലിയ ആളെന്ന് കരുതി തോൽക്കലെന്ന് കരുതേണ്ട സ്ഥലമല്ലെന്നും രാജൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരനും മകൻ അരുണും കൊരട്ടിയിൽ പോലീസ് പിടിയിലായി. പോലീസിനു നേരെ തോക്ക് ചൂണ്ടി ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, റൂറൽ SP നവനീത് ശർമ്മ, DYSP TS സിനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളയുകയായിരുന്നു. പോലീസിനു നേരെ തോക്ക് ചൂണ്ടിയ ശ്രീധരനെയും മകനെയും കാറിന്റെ ഗ്ലാസ് തകർത്ത് പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി.
40 കോടിയിലേറെ രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞുകയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് 40% തുക ഓഫർ ചെയ്യും. പണം വരുന്ന വഴി തിരിച്ചറിയുന്നതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച നടത്തിയിരുന്നത്. ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയം എന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസ് കേരളത്തിൽ പലതവണ എത്തിയിരുന്നുവെങ്കിലും ശ്രീധരനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ കോടാലി ശ്രീധരൻ പറയുന്ന വ്യക്തി നിങ്ങൾ എല്ലാവർക്കും അറിയാം. 47ഓളം കേസുകൾ കേരളത്തിനകത്ത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ലൈവായിട്ട് 5 LP വാറന്റുകളുണ്ട് ഇയാളുടെ പേരിൽ. സോ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഈ 3 ജില്ലകളിലും, അതായത് തൃശ്ശൂർ സിറ്റി റൂറൽ അങ്ങനെ 4 ജില്ലകളിലും ആളുടെ പേരിൽ LP വാറന്റ് നിലവിലുണ്ട്. ഇത് കൂടാതെ പുള്ളി കർണാടകയിൽ കേസുകളുണ്ട്, തമിഴ്നാട്ടിൽ കേസുകളുണ്ട്. സോ കേരള പോലീസ് അല്ലാതെ ഇപ്പൊ കർണാടക പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയാണ്, ഒരു പിടികിട്ട പുള്ളി തന്നെയാണ്. സോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീം നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. കേരളത്തിലേത് ജനസൗഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ദാനവും അവാർഡ് വിതരണവും നിർവഹിച്ച് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സൈസ് സേനയ്ക്ക് ഉടനടി 33 വാഹനങ്ങൾ കൂടി ലഭ്യമാക്കും. അടുത്ത ബജറ്റിൽ കൂടുതൽ വാഹനങ്ങളും ഡ്രഗ് ഡിറ്റക്ടറുകളും അതിർത്തിയിലെ ലഹരി കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ കൂടി തുടർന്നും ഉറപ്പാക്കും. മികച്ച സേവനം കാഴ്ചവെച്ച 24 പേർക്ക് 2022 മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലും 35 പേർക്ക് 2022-23 വർഷത്തെ ബാച്ച് ഓഫ് എക്സലൻസ് ബഹുമതിയും സമ്മാനിച്ചു. തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിട്ടുവീഴ്ചയില്ലാതെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽ മികവുള്ള ഒരു സേനയായി എക്സൈസ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി 21 വയസ്സുള്ള സിനരു ഇസ്ലാം ആണ് മരിച്ചത്. റോഡ് പണിക്കുള്ള മെറ്റൽ ടിപ്പർ ലോറിയിൽ ഇറക്കുന്നതിനിടയിലായിരുന്നു അപകടം. ടിപ്പർ ഉയർന്നപ്പോൾ താഴ്ന്ന പരിസരത്തെ മരത്തിന്റെ കൊമ്പ് 11 kV ഇലക്ട്രിക് ലൈനിൽ തട്ടി. ലോറിയിൽ തൊട്ടുനിൽക്കുകയായിരുന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. മറ്റു തൊഴിലാളികൾ ഓടിയെത്തി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നെടുമ്പാൾ കോഴിഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണത്തിൽ 1000-ലേറെ കോഴികൾ ചത്തു. നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. ഉണ്ണികൃഷ്ണനും ഭാര്യ സീമയും രാവിലെ കോഴികൾക്ക് തീറ്റ നൽകി പോയതിന് പിന്നാലെയെത്തിയ 6 തെരുവ് നായ്ക്കൾ കൂട് തകർത്ത് അകത്ത് കയറുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് പാകമാകുന്ന 1675 കോഴികളുണ്ടായിരുന്നു ഫാമിൽ. അകത്ത് കയറിയ നായ്ക്കൾ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നു. കണ്ണിൽ കണ്ട കോഴികളെയെല്ലാം ആക്രമിച്ചു. നിരവധി കോഴികൾക്ക് കടിയേറ്റു. 2 പറമ്പ് അപ്പുറത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണനും ഭാര്യയും കോഴികളുടെ ശബ്ദം കേട്ടെത്തിയാണ് തെരുവ് നായ്ക്കളെ ഓടിച്ചത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫാം ഉടമ പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. പ്രദേശത്ത് തെരുവുനായ ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം രാത്രിയിൽ നെടുമ്പാൾ, തൊട്ടിപ്പാൾ, മുളങ്ങ്, പള്ളം പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനയാത്ര ദുഷ്കരമാണ്. TCV പുതുക്കാട്. വിയൂർ കുറ്റൂർ റോഡിൽ പാമ്പൂർ പാലത്തിനു സമീപത്തെ റോഡിൽ ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റും ലൈൻ കമ്പികളും ലോറിക്ക് മുകളിൽ ഒടിഞ്ഞു വീണെങ്കിലും ഡ്രൈവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സും KSEB അധികൃതരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിയൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നൂറാടിത്തോട്ടിലെ ചണ്ടികോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയെന്ന് പരാതി. 10 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്നാണ് ആക്ഷേപം.
ഉപ്പുങ്ങൽ വരെ 2 കിലോമീറ്റർ ദൂരമെങ്കിലും ഇനിയും ചണ്ടി എടുക്കേണ്ടതുണ്ട്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ചണ്ടി കോരൽ ആരംഭിച്ചത്. യന്ത്രം ഉപയോഗിച്ച് കോരിയ ചണ്ടി തോടിന്റെ വശങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പാണ് പ്രവൃത്തി നടത്തിയത്. തോട്ടിൽ ചണ്ടി അടിഞ്ഞതിനാൽ നീരൊഴുക്ക് സാരമായി തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ചണ്ടി കെട്ടിനിൽക്കുന്നത് മൂലം വെള്ളത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തതും പ്രശ്നമാണ്. ഇത് നെല്ലിലെ വൈറസ് ബാധയ്ക്ക് വരെ കാരണമാകുമെന്നും കർഷകർ പറയുന്നു. നൂറടി തോട്ടിലെ ചണ്ടി പൂർണ്ണമായി എടുക്കണമെന്നത് കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇടക്കാലത്ത് പടവ കമ്മിറ്റികൾ സ്വന്തം ചെലവിൽ ചണ്ടി കോരിയിരുന്നു. എന്നാൽ അടുത്ത വർഷം വീണ്ടും ചണ്ടി അടിഞ്ഞു. നൂറടി തോടിന്റെ മുഴുവൻ പ്രദേശത്തു നിന്നും ഒരുപോലെ ചണ്ടിയെടുത്താലേ വീണ്ടും ചണ്ടി അടിയുന്നതിന് പരിഹാരമുണ്ടാകൂ. ഇതിന് വലിയ തുക ആവശ്യമായതിനാൽ കമ്മിറ്റികൾക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പ്രയാസമാണ്. വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവ് വരെ ചണ്ടിയെടുക്കാനാണ് പണം വകയിരുത്തിയതെന്നും തുക ബാക്കി വന്നപ്പോൾ ചുള്ളിക്കാരൻ കുന്നുവരെ ചണ്ടി കോരിയെന്നും ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ബാക്കി പ്രദേശത്തെ ചണ്ടി നീക്കാൻ പദ്ധതി തയ്യാറാക്കും. TCV പുന്നിയൂർക്കുളം. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില കെട്ടിടത്തിൽ വീട്ടിൽ തീപിടുത്തം. അറക്കി വീട്ടിൽ അബ്ദുള്ളയുടെ വീടിന്റെ മുകൾ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. മുകൾ നിലയിലെ മുറിയും സിറ്റൌട്ടുമാണ് കത്തി നശിച്ചത്. വീട്ടുകാർ താഴത്തെ നിലയിലായിരുന്നതിനാൽ അപകടം ഒഴിവായി. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങ് ശനിയാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന മെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രൂപത ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിന് മുൻപിൽ 75,000 ചതുരശ്ര അടിയിൽ വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. 10,000 പേർക്ക് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 20 ബിഷപ്പുമാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും ചടങ്ങിൽ പങ്കെടുക്കും. സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെയും ഫാദർ വില്യം നെല്ലിക്കലിന്റെയും നേതൃത്വത്തിൽ 100-ലധികം വരുന്ന ഗായക സംഘമാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പൂങ്കുന്നത്ത് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. ലോറിയിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. ആലുവ സ്വദേശി സജീവൻ, തൊടുപുഴ സ്വദേശി രഞ്ജു രമേശ് എന്നിവരാണ് ലോറിയിലുണ്ടായിരുന്നത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ആലുവയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ലോഡ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ടി രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചേലക്കര കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിനു സമീപം വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് കാനയിലേക്ക് ചരിഞ്ഞു. കൊണ്ടാഴി സരസ്വതി വിലാസം UP സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. കനാൽ റോഡും എഴുന്നള്ളത്ത് കടവ് റോഡും ചേരുന്ന പാലത്തിനു സമീപം ബസ് തിരിയുന്നതിനിടെയാണ് ബസ് കാനയിലേക്ക് ചരിഞ്ഞത്. ഫുട്ബോർഡ് തങ്ങി നിന്നതിനാലാണ് ബസ് മറിയാതിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലെത്തിച്ചു. ചലച്ചിത്ര പ്രേമികളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന കോൺക്ലേവിൽ നിലവാരമുള്ള സിനിമകളെ എങ്ങനെ പിന്തുണയ്ക്കാം എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം, ചലച്ചിത്ര പ്രവർത്തകരുമായി ചർച്ച, ചലച്ചിത്ര പ്രേമികളുടെ സംഗമം എന്നിവയും നടന്നു. തിരക്കഥാകൃത്തും സംവിധായകനുമായ ജിയോ ബേബി, മദൻ ബാബു, ശ്രുതി ശരണ്യം തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമാക്കൽ റെഗുലേറ്ററിന് അഭിമുഖമായി ഫെയ്സ് കനാലിലെ റിംഗ് ബണ്ട് പുനർനിർമ്മാണം തുടങ്ങി. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഫെയ്സ് കനാലിൽ ക്രമാതീതമായി വെള്ളം ഉയരുകയും വളയം ബണ്ടിന് മധ്യത്തിലെ സ്ലൂയിസ് തള്ളിപ്പോവുകയും ചെയ്തിരുന്നു. തകർന്ന റിംഗ് ബണ്ടിന്റെ പുനർനിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത്. 25 മീറ്ററോളം നീളത്തിലാണ് റിംഗ് ബണ്ട് തള്ളിപ്പോയിട്ടുള്ളത്. കനാലിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗത്താണ് റിംഗ് ബണ്ട് തകർന്നിട്ടുള്ളത്. പുഴയിൽ നിന്നും വേലിയേറ്റത്തിന് തകർന്ന റിംഗ് ബണ്ടിലൂടെ ഉപ്പുവെള്ളം ഫെയ്സ് കനാലിലേക്കും സമീപത്തെ പാടശേഖരങ്ങളിലേക്കും വ്യാപിച്ചതായി കർഷകർ പറയുന്നു. ബണ്ട് തകർന്ന ഭാഗത്ത് മുളംകുറ്റികൾ അടിച്ചു താഴ്ത്തി ഇരുഭാഗത്തും പനമ്പ് കെട്ടി മണ്ണ് നിറച്ചു വേണം ബണ്ട് ബലപ്പെടുത്താൻ. 2 ദിവസത്തിനുള്ളിൽ റിംഗ് ബണ്ട് പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഏതുതരം പസിൽസുകളും കയ്യിൽ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് ഈ കുരുന്നുബാലൻ തന്റെ ബുദ്ധിശക്തിയാൽ ക്രമീകരിക്കും. ഒടുവിൽ തൃശൂർ ഒളരി സ്വദേശിയായ കുരുന്നിനെ തേടിയെത്തിയത് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കമുള്ള നിരവധി അംഗീകാരങ്ങളാണ്. പസിൽസുകൾ ഏതുമാവട്ടെ, ഒരു വട്ടം കണ്ടാൽ മാത്രം മതി
എങ്ങനെ മാറ്റിയിട്ടാലും ഉടനെ ക്രമീകരിക്കുക എന്നതാണ് ആദം വാഗസ് അനീഷ് എന്ന ഈ കുരുന്നിന്റെ ഹോബി. അക്കങ്ങൾ, അക്ഷരങ്ങൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യ ശരീരം തുടങ്ങി ഏത് ആകൃതിയിലുള്ള പസിൽസുകളും ഈ കുഞ്ഞുബാലൻ ഉടനെ പൂർവ്വസ്ഥിതിയിലാക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരം പസിൽസുകൾ പരിഹരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്കുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദ്യം തേടിയെത്തി. ഇപ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്തോ ചൈന ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ മകനെ തേടിയെത്തിയ സന്തോഷത്തിലാണ് മാതാപിതാക്കളായ ഒളരി സ്വദേശി അനീഷ് കെ ബ്രഹ്മകുളവും അജീഷ്മ ജോസഫും. ഒരു വയസ്സുള്ളപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന് കിട്ടിയതാണ് ഈ പസിൽസും കാര്യങ്ങളും. അതിന് ശേഷം പതുക്കെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഓരോ പസിൽസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. നമുക്ക് തന്നെ ഇത് ഒരു അത്ഭുതമായിരുന്നു ഇങ്ങനെ വെക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ പസിൽസുകൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഷേപ്പുകൾ, അതുമാതിരി മൃഗങ്ങൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വെക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. 15ഓളം പസിൽസുകൾ പരിഹരിക്കുന്ന ആദം വാഗസ് 1 വയസ്സും 6 മാസവും 11 ദിവസവും പ്രായമായപ്പോഴാണ് തൻ്റെ കഴിവുകൊണ്ടും ഓർമ്മശക്തി കൊണ്ടും ഈ നേട്ടം കൈവരിച്ചത്. ഞങ്ങളിത് വെക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ വീഡിയോസ് ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടു ആദ്യം. അപ്പോൾ പലർക്കും അത്ഭുതമായി, ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ വെക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാനിപ്പോൾ 1 വയസ്സ് തൊട്ട് വെച്ച് തുടങ്ങുന്നതാണ്. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് വലിയൊരു ഇത് തോന്നിയിരുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നു ഇങ്ങനെയൊന്നും ആരും ചെയ്യണ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അന്ന് ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. വീണ്ടും നമുക്കൊരു മെയിൽ വരാണ്, ഇതേപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഒരു 5-6 റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിലാണ് എല്ലാവരും അങ്ങോട്ട് അയക്കുന്നുണ്ടായിരുന്നത്. വാഹനങ്ങൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യകൾ, പഴങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ, വന്യമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ദിനോസറുകൾ, പ്രാണികൾ എന്നിവ ക്രമീകരിച്ചാണ് ഈ കുരുന്ന് റെക്കോർഡുകൾ വാരിക്കൂട്ടിയത്. സംസാരിച്ചു തുടങ്ങുന്നതേയുള്ളൂ. ഈ കാണുന്ന പസിൽസുകളെല്ലാം ക്രമീകരിക്കും ഈ മിടുക്കൻ. നിലവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡുകൾ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ കുരുന്നിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്. പീഡനക്കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കണ്ടാണശ്ശേരി ചുവല്ലൂർ വലിയ കത്തുവീട്ടിൽ സദഖിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. പിഴ സംഖ്യയിൽ 1,00,000 രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS. ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക K. ചന്ദ്രൻ, അനുഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ഒരു മണ്ഡലത്തിൽ 5 കോടി രൂപ ചെലവഴിച്ച് ഒരു സ്മാർട്ട് സ്കൂൾ കെട്ടിടം എന്ന പദ്ധതി പ്രകാരം ജില്ലയിലെ അവസാന കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതായി റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 13 നിയോജക മണ്ഡലങ്ങളിലും 5 കോടിക്ക് പുറമെ 3 കോടിക്കും 2 കോടിക്കും 1 കോടിക്കും കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കവാടത്തിന്റെയും ഇന്റർലോക്ക് ചെയ്തതിന്റെയും ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ M. K. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. K. ഷാജൻ, ഡിവിഷൻ കൗൺസിലർ റജി ജോയ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 2013-ൽ കോൺഗ്രസ് ഭരണസമിതി സ്ഥാപിച്ചതാണ് തൃപ്രയാർ സെന്ററിലെ ഡിവൈഡർ, പരസ്യ ബോർഡ്, സിഗ്നൽ സംവിധാനം എന്നിവ. ഇതിൽ പിന്നീട് ഭരണത്തിലെത്തിയ LDF അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചത് കണക്കിലെടുത്ത് 3 BJP അംഗങ്ങൾ വോക്കൌട്ട് നടത്തി. ഇതേ തുടർന്ന് പ്രമേയം വായിക്കാതെ പ്രതിപക്ഷത്തെ 5 UDF അംഗങ്ങൾ ചർച്ച ഒഴിവാക്കി വോട്ടെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. 3 മണിക്കൂർ സമയമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തിന്മേൽ ഒരു അംഗം പോലും ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 5-നെതിരെ 6 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം തള്ളുകയായിരുന്നു.
തെക്കുംകര പഞ്ചായത്ത് കരുമത്രയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, ഷൈനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിമല കോളേജിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. 4 ഹൗസുകളായി തിരിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥിനികളും മാറ്ററിയിച്ച വിവിധ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും മാർച്ച് പാസ്റ്റ്, ഡാൻസ്, എയറോബിക്സ് എന്നിവയും ദിനാചരണത്തെ ശ്രദ്ധേയമാക്കി. പോലീസ് അക്കാദമി സൂപ്രണ്ട് PM മുഹമ്മദ് ആരിഫ് മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിച്ച കോളേജിലെ കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും ആദരിച്ചു. സഹോദയ സ്കൂൾ കിഡ്സ് ഫെസ്റ്റ് തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്നു. ജില്ലയിലെ 75 CBSE വിദ്യാലയങ്ങളിൽ നിന്നുള്ള KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള 3250 കുട്ടികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. 20 വേദികളിലായി 26 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MC പോളച്ചൻ, ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, ജില്ലാ ട്രഷറർ PR സത്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പാവു ജോസഫ് അധ്യക്ഷത വഹിച്ചു. K മനോജ് കുമാർ, സണ്ണി ചെന്നിക്കര, MK ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേണുഗോപാലിന്റെ സ്വത്ത് രാഷ്ട്രീയവും വർഗരാഷ്ട്രീയവും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നു. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചർച്ച PKS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് പുസ്തക പരിചയം നടത്തി. KA വേണുഗോപാലൻ, KSTA മുൻ സംസ്ഥാന സെക്രട്ടറി മദനമോഹൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ്, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പൂരങ്ങളുടെ നാട്ടിൽ വ്യത്യസ്തമായ ഭവന നിർമ്മാണ വിസ്മയം തീർക്കുന്നതിനായി V-ARC ഡെവലപ്പേഴ്സിന്റെ ഓഫീസ് തൃശൂർ ശങ്കരയ്യ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭവന നിർമ്മാണ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള V-ARC ഡെവലപ്പേഴ്സ് പൂരനഗരിയായ തൃശൂരിലും ചൂടുറപ്പിച്ചിരിക്കുകയാണ്. V-ARC ഡെവലപ്പേഴ്സിന്റെ മെയിൻ ബ്രാഞ്ച് വർഷങ്ങളായി എറണാകുളം ജില്ലയിലെ ആലുവ അമ്പാട്ടുകടവ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. തൃശൂർ ശങ്കരയ്യ റോഡിൽ ക്യൂ ടവറിലെ 2ാം നിലയിലാണ് V-ARC ഡെവലപ്പേഴ്സിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. V-ARC ഡെവലപ്പേഴ്സ് മാനേജിംഗ് ഡയറക്ടറും പ്രിൻസിപ്പൽ ഡിസൈനറുമായ ലിൻസൺ ജോളി ഉദ്ഘാടനം ചെയ്തു. ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമായി ട്രഡീഷണൽ, കണ്ടംപററി, കൊളോണിയൽ ശൈലികളിൽ ധാരാളം ഭവനങ്ങൾ നിർമ്മിച്ച്
ശ്രദ്ധയാർജിച്ച പ്രമുഖ ഭവന നിർമ്മാതാക്കളാണ് വിആർക്ക് ഡെവലപ്പേഴ്സ്. ഗുണഭോക്താക്കളുടെ എല്ലാവിധ ഭവന നിർമ്മാണ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനുള്ള ആർക്കിടെക്ചറൽ ബ്രില്യൻസുമായാണ് വിആർക്ക് ഡെവലപ്പേഴ്സ് തൃശൂരിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സ്വപ്നഭവനം സ്വന്തമാക്കാൻ വിളിക്കുക 9539999885. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നും മന്ത്രി. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരനും മകനും കൊരട്ടിയിൽ പിടിയിലായി. പോലീസിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ പ്രതികളെ കീഴ്പ്പെടുത്തിയത് സാഹസികമായി. കേരളത്തിലേത് ജനസൗഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം. പി. രാജേഷ്. അതിർത്തിയിലെ ലഹരിക്കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനരു ഇസ്ലാം ആണ് മരിച്ചത്. നെടുമ്പാളിൽ കോഴി ഫാമിൽ പട്ടാപ്പകൽ തെരുവനായ ആക്രമണം. 1000-ലേറെ കോഴികൾ ചത്തു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് ഫാം ഉടമ. മൂറാടിത്തോട്ടിലെ ചണ്ടികോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയതായി പരാതി. വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്ന് ആക്ഷേപം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.